പാർട്ടിയുടെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രചരണ പ്രക്ഷോഭ പരിപാടികളുടെ തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ ഊന്നൽ നൽകിക്കൊണ്ട് CPIM 24ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണത്തിനെതിരെ ആശയ പോരാട്ടം പാർട്ടി ശക്തമായി തുടരുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പുകളിൽ BJPക്കെതിരായ വോട്ടുകൾ പരമാവധി വോട്ടുകൾ ഏകോപിപ്പിക്കുന്നതിനുള്ള അടവ് നയം സ്വീകരിക്കും. ഇതര മതനിരപേക്ഷ കക്ഷികളുമായുള്ള നിലപാട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യത്തിലില്ല, മറിച്ച് സഹകരണമാകാമെന്ന് കരട് പ്രമേയം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലെ നയത്തിൽ നിന്ന് കാര്യമായ മാറ്റം സ്വീകരിച്ചിട്ടില്ല. ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് വിശാലമായ വിധത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ യോജിപ്പിച്ചു നിർത്താനും കരട് രാഷ്ട്രീയ പ്രമേയം ആഹ്വാനം ചെയ്യുന്നുണ്ട്. സഹകരണം ഇന്ത്യ കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങണമെന്നില്ല. ബംഗാളിലും ത്രിപുരയിലും പാർട്ടിയുടെ കെട്ടുറപ്പ് വീണ്ടെടുക്കും. പാർട്ടി കമ്മിറ്റികളിൽ പ്രായപരിധി 75 എന്നത് തുടരുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി എന്ന പരിഗണന നൽകിയാണ് പിണറായി വിജയന് കഴിഞ്ഞ തവണ ഇളവ് നൽകിയതെന്നും ഇത് തുടരണോ എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗവും കോഓർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുകയായിരുന്നു. ജനുവരി 17 മുതൽ 19 വരെ കൊൽക്കത്തയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം കരട് രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. മാർച്ച് 22-നും 23-നും കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് പാർട്ടി കോൺഗ്രസിലേക്കുള്ള കരട് സംഘടനാ റിപ്പോർട്ട് അന്തിമമാക്കും. മധുരയിൽ ഏപ്രിൽ 2 മുതൽ 6 വരെയാണ് പാർട്ടി കോൺഗ്രസ്. BJPക്കും ഹിന്ദുത്വ ശക്തികൾക്കും എതിരായ നിലപാട് തുടരുമെന്നും ഇതിനായി മതനിരപേക്ഷ ശക്തികളുമായി സഹകരിക്കുമെന്നും CPIM ഇടക്കാല കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കുന്ന കാര്യമാണ്. പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യ സഖ്യത്തിനൊപ്പം സഹകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മൂന്നാം തവണ അധികാരത്തിൽ വന്നെങ്കിലും BJPക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായില്ല. RSSന്റെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നു. ഇത് ന്യൂനപക്ഷത്തോടുള്ള ആക്രമണമാണ് എന്നും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം മോദി സർക്കാർ ഹിന്ദുത്വ അജണ്ട കൂടുതൽ ശക്തമാക്കുകയാണെന്നും പാർട്ടിയുടെ രാഷ്ട്രീയ നയം തന്നെ ഈ അജണ്ടക്കെതിരായ പോരാട്ടമാണ് എന്നും പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ആശയപരമായി നേരിട്ടതിലെ പോരായ്മയാണ് സംഭവിച്ചത്. മതേതര ശക്തികളുടെ വിശാലമായ ഐക്യത്തിന്റെ ആവശ്യകതയാണ് കോൺഗ്രസിനോടുള്ള CPIM മനോഭാവം. പക്ഷെ പാർട്ടിക്ക് കോൺഗ്രസുമായി ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്.